നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വൻ ഡിമാൻഡ്, ഷീറ്റ് ക്ഷാമം, വില കുതിക്കുന്നു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ കിലോ 400 യെന്നിന് മുകളിൽ ഇടം പിടിച്ചു. മുൻനിര ഉൽപ്പാദക രാജ്യങ്ങളിലെ രൂക്ഷമായ ചരക്ക് ക്ഷാമം കണക്കിലെടുത്താൽ 424 യെന്നിലേക്ക് റബ്ബർ സഞ്ചരിക്കാം. എൽ ലിനോ പ്രതിഭാസങ്ങൾക്കിടയിൽ പകൽ താപനില കുതിച്ചു കയറിയതോടെ കാർഷിക മേഖലയിൽ ഒട്ടുമിക്ക വിളകളും നിലനിൽപ്പ് ഭീഷണിയിൽ. വരണ്ടുണങ്ങിയ തോട്ടങ്ങൾക്ക് പുതുജീവൻ പകരാൻ ജലസേചന മാർഗങ്ങൾ ആരായുകയാണ് വലിയൊരു വിഭാഗം കർഷകർ. ഇതിനിടയിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന വിലയിരുത്തലുകളുമായി വിദേശ കാലാവസ്ഥാ ഏജൻസികളും രംഗത്തുണ്ട്. അതേസമയം ഒക്ടോബർ വരെയുള്ള കാലയളവിൽ എൽ നിനോ പ്രതിഭാസം മൂലം മഴയുടെ അളവിൽ കുറവ് സംഭവിക്കുമെന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ കണക്കുകൂട്ടൽ വിരൽ ചൂണ്ടുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങളെ നമ്മുടെ കാർഷിക മേഖല ഈ വർഷം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ്. മുൻകരുതലെന്ന നിലയ്ക്ക് ഉൽപ്പന്നങ്ങളുടെ കരുതൽ ശേഖരം ഉയർത്തുകയാണ് ഉത്തമം. അടുത്ത വർഷം സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിളവ് കുത്തനെ കുറയാനുള്ള സാധ്യത റെക്കോർഡ് വിലയ്ക്ക് വഴിയൊരുക്കാം. ടാപ്പിംഗ് പുനരാരംഭിക്കൽ വൈകും. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ ബുള്ളിഷ് മൂഡിൽ നീങ്ങുന്നത് കണ്ട് നിക്ഷേപകർ പുതിയ ബാധ്യതകൾക്ക് ഉത്സാഹിച്ചു. ഒസാക്കയിൽ റബ്ബർ ഒക്ടോബർ അവധി കിലോ 400 യെന്നിന് മുകളിലാണ്. പിന്നിട്ട വാര നിരക്ക് 3.5% ഉയർന്നു. യെന്നിൻ്റെ മൂല്യത്തകർച്ച വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു. ക്രൂഡ് ഓയിൽ വിലക്കയറ്റം സിന്തറ്റിക് റബ്ബർ വില ഉയർത്തിയത് സ്വാഭാവിക റബ്ബറിന് അനുകൂലമായി. പുതിയ സാഹചര്യത്തിൽ 410 യെന്നിലെ പ്രതിരോധം വിപണി മറികടന്നാൽ 424 ലക്ഷ്യമാക്കാം. കേരളത്തിൽ അതിശക്തമായ ചൂട് തുടരുന്നതിനാൽ തൽക്കാലം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കുന്ന കാര്യം ചിന്തിക്കാനാവില്ല. ഇതിനിടയിൽ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം മൂലം ഇക്കുറി തോട്ടങ്ങളിൽ മഴമറ ഒരുക്കുന്ന ചെലവ് ഇരട്ടിക്കും. നിർമ്മാതാക്കൾ റെയിൻ ഗാർഡ് വില ഉയർത്തി. മറുവശത്ത് രാസവസ്തുക്കളുടെ ഇറക്കുമതി ചുരുങ്ങിയത് രാസവള നിർമ്മാണം 25% കുറയാൻ കാരണമായി. ഇതും കാർഷിക മേഖലയ്ക്ക് കനത്ത പ്രഹരമാകും. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 231 രൂപയിൽ നിന്നും 243 രൂപയായി. 5ാം ഗ്രേഡിന് 1000 രൂപ കിൻഡലിന് വർദ്ധിച്ച് 23,800 രൂപ. ഒട്ടുപാൽ കിലോ 153 രൂപയിലും ലാറ്റക്സ് 154 രൂപയിലുമാണ്. ഷീറ്റിന് കടുത്ത ക്ഷാമം തുടരുന്നതിനാൽ വിൽപ്പനക്കാർ പറയുന്ന വിലക്ക് കച്ചവടങ്ങളിൽ ഏർപ്പെടാൻ സപ്ലയർമാർ മുന്നോട്ട് വന്നു. ഉയർന്ന പകൽ താപനില മൂലം തായ്ലൻഡിലും വിയറ്റ്നാമിലും ടാപ്പിങ്ങിന് തടസ്സം നേരിട്ടു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 257 ഉയർന്നു. അവിടെയും വിൽപ്പനക്കാർ കുറഞ്ഞ സാഹചര്യത്തിൽ ഇനി തൽക്കാലം ഇറക്കുമതി ഭീഷണിക്ക് ടയർ ലോബി മുതിരില്ല. ഇതിനിടയിൽ ആഭ്യന്തര വില 250 മുകളിൽ ഇടം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ. ഏലയ്ക്കയ്ക്ക് വൻ കുതിപ്പ്. ഏലയ്ക്ക ലേലത്തിൽ ഉയർന്ന അളവിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഏലയ്ക്ക സംഭരണത്തിന് കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും പരസ്പരം മത്സരിച്ചതോടെ മികച്ച ഇനങ്ങളുടെ വില കിലോ 6,024 രൂപ വരെയും ഉയർന്നു. കോവിഡ് കാലയളവിന് ശേഷം ആദ്യമായാണ് ഏലക്ക ഇത്തരത്തിൽ ഒരു കുതിച്ചുചാട്ടം കാഴ്ചവെക്കുന്നത്. വാരാന്ത്യം ശരാശരി ഇനങ്ങൾ 2,636 രൂപയിലാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇടിവ്. വെളിച്ചെണ്ണ വില വീണ്ടും താഴ്ന്നു. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ അവർ നിരക്ക് താഴ്ത്തിയത് കൊച്ചിയിലും എണ്ണവില കുറയാൻ കാരണമായി. 2 സംസ്ഥാനങ്ങളിലും കൊപ്ര വിലയിലും കുറവുണ്ടായി. ഗ്രാമീണ മേഖല പച്ചത്തേങ്ങ വിൽപ്പന നിയന്ത്രിച്ചാൽ വിലയിടിവിനെ ചെറിയ അളവിൽ പിടിച്ചു നിർത്താനാവും. പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയതോടെ എണ്ണവില 26,700 നിന്നും 26,300 രൂപയായി. കൊപ്ര 15,800 രൂപയിൽ നിന്നും 15,500 രൂപയായി. കുരുമുളക് വില ഉയർന്നു. ഉത്തരേന്ത്യൻ വാങ്ങലുകാരുടെ കുതന്ത്രങ്ങൾ ഇവിടെ വിലപ്പോവില്ലെന്ന് വ്യക്തമായതോടെ കുരുമുളക് വില ഉയർത്താൻ അവർ തയ്യാറായി. ഉത്സവകാല വിൽപ്പനയ്ക്ക് വൻതോതിൽ ചരക്ക് ആവശ്യമുള്ളതിനാൽ നിരക്ക് ഇടിച്ച് കർഷകരിൽ ഭീതി ജനിപ്പിക്കാൻ തൊട്ടു മുൻ വാരം അവർ നീക്കം നടത്തിയിരുന്നു. കറി മസാല വ്യവസായികൾ കുരുമുളക് ശേഖരം ഉയർത്തി. കുരുമുളകിന് ക്ഷാമം തുടരുന്നതിനാൽ ഉത്തരേന്ത്യയിലെ വൻകിട സുഗന്ധവ്യഞ്ജന കറി മസാല വ്യവസായികൾ മുളക് ശേഖരിക്കാൻ വാരാന്ത്യൻ വിപണിയിൽ ഉത്സാഹിച്ചു. തൊട്ടു മുൻവാരം വിപണിയിൽ കൃത്രിമമായി ഇടിച്ചു താഴ്ത്തിയ വിലയ്ക്ക് മുളക് സംഭരിക്കുന്ന തന്ത്രം അവർ പയറ്റിയെങ്കിലും കർഷകരും മധ്യവർത്തികളും മുളക് ഇറക്കിയില്ല. കാലവർഷം ആരംഭിച്ചാൽ ഉണക്ക് കൂടിയ മുളക് സംഭരണം ക്ലേശകരമാകും. കൊച്ചിയിൽ കുരുമുളക് അൺഗാർബിൾഡ് 69,900 രൂപയിൽ നിന്നും 70,500 രൂപയായി. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ വില ടണ്ണിന് $7,850. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.